Good evening. Welcome to India's first animated live tuition once again. Hi Asna. Hi Vasudev. Hi Adam. Hi Job Matthew. Fatima Zahra. Then who's that? Augustine. Who's that, sir? Jashon. Oh my god. Then Sri Deepinte pappayanu thonnu. I'm waiting for the child. Okay. Then Asna, everyone camera on cheydi. Miss kaanatte, ellardi mugam miss kaanatte. Fatima Zahra, all set. I can see you. Phone landscape mode lo vekkane. Phone landscape mode lo vekya. Please put your phone in landscape mode. Landscape mode lo vekkan അറിയാത്തവരുണ്ടെങ്കിൽ ദേ ഇങ്ങനെ വേണം ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് അപ്പുറത്ത് അൺമ്യൂട്ടഡ് ആയിരുന്നില്ലേ? ഹലോ എവ്രിവൺ, am I audible? Am I audible? ദീപ്ത, ആദം, ആരാധിക്കുട്ടി ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആരാധിക്കുട്ടി, all set. Everyone, once again welcome to 90+ family. So, Sanvita, Fatima Zahra. Sir, could you please make this in like gallery mode? Yeah, you can go to the view. Yeah, yes. Hi everyone, am I audible? Am I visible? If everything is okay, just show me a double thumbs up to the camera. Come on everybody, come on. Adam. എന്ത് ചെയ്യും ഞാൻ നിന്നെ ഇന്ന്? Adam is again here. Third day, I guess. Not getting bored? Adam, bore അടിക്കുന്നില്ല? Oh, I'm a proud teacher then. ഒരേ ക്ലാസ് 3 തവണ കേൾക്കാം എൻ്റെ ആഡം. Okay? So, I'm a proud teacher. Okay ഡാ. ശ്രീദീപ്, Abel, then who is that, sir? ഇന്നും കാറിലുണ്ടല്ലോ ഒരാള്. ദീപ്ത കുട്ടി, traveling and watching classes. Okay. Fatima Zahra, Fatima, Hanna, എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് എന്നിട്ട് ഞാൻ ക്ലാസ് തുടങ്ങുള്ളൂ. 1 മിനിറ്റ് കൂടെ സമയമുണ്ട്. 6:35 വരെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാം. ഓക്കെ? ഹു ഇസ് ദാറ്റ്, സർ? ദരിയ, ജോബ് മാത്യു, ഫാത്തിമ സഹ്റ, ക്യാമറ ഓൺ ചെയ്യാം. ഹു ഇസ് ദാറ്റ്, സർ? ഫസ്റ്റ് വൺ, സാവന്തിക ആണോ? സാവന്ത് വെറൈറ്റി പേരിട്ടോന്ന് എന്നെ തെറ്റിക്കുവാണോ? എല്ലാം സെറ്റ് അല്ലേ? ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചൊരു സ്ഥലത്ത് ഇരിക്കണം കേട്ടോ. ടേബിളിൽ ഫിക്സ് അങ്ങനെ ഇരിക്കണം. അപ്പൊ മിസ്സിനെ ഫുൾ സ്ക്രീനിൽ കാണാം. ഫാത്തിമ സഹ്റ അങ്ങനെ ഇരുന്നിട്ടില്ലല്ലോ. അസ്നക്കുട്ടി ഇരുന്നിട്ടില്ല. ദീപ്തക്ക് പിന്നെ കാറിൽ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ വലിയ കാര്യല്ലേ ദീപ്ത കുട്ടി? ഫോണിന് ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ച താഴെ കിടക്കും മിസ്സേ. ക്ലാസ് ടൈം ആവുമ്പത്തേനും വീട്ടിൽ ഓടിയെത്തണം കേട്ടോ. ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ടൊന്നും ക്ലാസ് കേൾക്കരുത്. ഇന്നത്തെ ദിവസം കുഴപ്പമില്ല, ഫസ്റ്റ് ഡേ അല്ലേ? ശരി. ഫാത്തിമ, ആദം, ദരിയ, എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്ത്. ആരിടയ്ക്ക് വെച്ച് ക്യാമറ ഓഫ് ചെയ്ത്. സോ വൺസ് അഗൈൻ വെൽക്കം ടു 90+ ഫാമിലി. വെൽക്കം ടു ബേസിക് സയൻസ് ക്ലാസ്സസ്. ഏത് ക്ലാസ്സാ? ബേസിക് സയൻസ് ക്ലാസ്സസ്. How many basic science lovers are here? ഒന്ന് wave ചെയ്ത ക്യാമറയിലേക്ക്. Just wave to the camera. Come on everyone. Everyone. ഫാത്തിമ സഹ്റ ഫോൺ ഒന്ന് ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ച് സെറ്റ് ആയിരുന്നേ. മിസ് കാണട്ടെ. ഫാത്തിമ നൈന, ഫോൺ എങ്ങനെയാ വെക്കണ്ടേ? ലാൻഡ്സ്കേപ്പ് മോഡില്. ഓക്കേടാ. സോ നിതിഷ കുട്ടി, വേഗം ദേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അത്വിക is here again, I guess. ആണോ അത്വിക? Not getting bored? Yes, Adam, you can join. Adam ഒന്ന് unmute ചെയ്തേ sir. Hi Adam. മിസ്സിന്റെ മക്കള് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒന്ന് ഈ ടോപ്പിക്, ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കണ്ടിട്ട് ഒന്ന് ഗസ് ചെയ്തേ. ഇന്നത്തെ ടോപ്പിക് എന്തായിരിക്കും ഒന്ന് ഗസ് ചെയ്തേ. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പഠിച്ച എല്ലാവരും, അതാണ് ഇന്നത്തെ ആദ്യത്തെ ടാസ്ക്. എന്തായിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? ഇത് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ആനിമൽസിനെ കുറിച്ചാണോ? ഫിഷസിനെ കുറിച്ചാണോ?
അത് വാട്ടറിനെ കുറിച്ചാണോ? എന്തായിരിക്കും ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഒന്ന് ഗസ് ചെയ്ത് എല്ലാവരും. യെസ് ആഡം, ഹായ് മോനെ. ബേസിക് സയൻസ് ക്ലാസ് കിട്ടി. മാത്സ് ക്ലാസ് കിട്ടിയായിരുന്നോ? കിട്ടി. വീണ്ടും ബേസിക് സയൻസ് ക്ലാസ് കിട്ടി, വീണ്ടും മാത്സ് കിട്ടി, വീണ്ടും ബേസിക് കിട്ടി. ഇനി ജോയിൻ ചെയ്തൂടെ? എന്താണ് ഇവിടെ തന്നെ ഇരിക്കുന്നേ? അവിടെ ഒറിജിനൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായോ? നമ്മുടെ UP സെഷനില് നമ്മുടെ റെഗുലർ ക്ലാസ് തുടങ്ങി. അപ്പൊ മോൻ അത് മിസ് ആയിക്കൊണ്ടിരിക്കല്ലേ ഇവിടെ ഇരിക്കുമ്പോ. അപ്പൊ മോൻ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചോ? ആരും കേക്കണ്ട, ആക്ഷൻ കാണിച്ചാ മതി. എന്നാ എന്ത് ചെയ്യാ, വേഗം മോനെ കോണ്ടാക്ട് ചെയ്യുന്ന ടീച്ചറോട് പറയാ, മിസ്സേ എനിക്ക് റെഗുലർ ക്ലാസ് മിസ് ആവുന്നു, എന്നെ വേഗം അവിടെ ജോയിൻ ചെയ്യിക്കുക, എനിക്ക് ട്രയൽ കണ്ടത് മതി എന്ന് പറയണം കേട്ടോ. ശരി, ടീച്ചറെ ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ട് ക്ലാസ്സിൽ നിന്ന് പോയാൽ മതി. ടീച്ചർ ഓക്കെ പറഞ്ഞെങ്കിൽ കേട്ടാ. ആഡം പോയാ? ഓക്കെ. സോ ഹു ഈസ് ദാറ്റ് സർ? എല്ലാരും ഗസ് ചെയ്തേ. വെരി ഗുഡ് ആരാധ്യ. ആരാധ്യ, യു അഗൈൻ ആണോ? വീണ്ടും പുതിയ ആരാധ്യാണോ പഴയ ആരാധ്യാണോ? വീണ്ടും വീണ്ടും എന്റെ ക്ലാസ് കണ്ടോണ്ടിരിക്കുവാണോടാ ജോയിൻ ചെയ്യാതെ? ഓക്കെ. സോ പുതിയ എന്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവ് ചെയ്ത മിസ്സിന്. എന്റെ ക്ലാസ് പിന്നെയും ഇവിടെ ചിലരൊക്കെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാ എനിക്കൊന്ന് തിരിച്ചറിയാനാ. ഒന്ന് വേവ് ചെയ്തേ ക്യാമറയിലേക്ക്. സാവന്ത്. സാവന്ത് ഇസ് ന്യൂ. ആ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഓക്കെ, കുറെ പേര് വേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്റെ പുതിയ മക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആരാധ്യ കൂടി ഗസ് ചെയ്തു. ഫാത്തിമ ഹന്ന മിസ് കണ്ടു. എന്തായിരിക്കും ടോപ്പിക്? അനിമൽസ് ആയിരിക്കോ? ഇറ്റ്സ് അബൌട്ട് അനിമൽസ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തലയാട്ടണം, ഇല്ലെങ്കിൽ നോ പറയണം. നോക്കട്ടെ മിസ്, ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? അനിമൽസിനെ കുറിച്ചാ പറയാൻ പോകുന്നത്? അല്ല. ആർ വി ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് പ്ലാന്റ്സ്, ചെടികൾ? What do you think ഫാത്തിമ സഹ്റ? ചെടികളെ കുറിച്ചാണോ? ഇതൊരു ചെടിയാണോ? ഇത് വെണ്ടയ്ക്ക, ഇത് മുരിങ്ങയ്ക്ക ആണോടാ? അല്ല മിസ്, ഇത് ടൊമാറ്റോ അല്ലേ? ആണോ? അല്ല. ചിന്നു നായർ, ചിന്നു ചിരിക്കുക. മിസ് എന്താണ് മിസ് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതെന്താന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. We are going to study about the solar system. എല്ലാരും ഹെഡിങ് എഴുതിക്കോ. The solar system. എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക് കൊണ്ടിട്ടാ മിസ് എന്ന് വന്നിട്ടുള്ളത്, which is solar system. സ്പേസിലുള്ള സാധനങ്ങളെ കുറിച്ച് പഠിക്കാൻ കേട്ടോ. Are you guys interested? ഫ്രം ഓഗസ്റ്റിൻ ഐ ഗസ്. നേരെ ഇരിക്കടാ കുട്ടാ. ഇങ്ങനെ ഇരുന്ന് കാഴ്ച കണ്ട ഇങ്ങനെ ശരിയാണ്. നേരെ ഇരുന്നേ. എവരിവൺ ഷോ മീ എ നോട്ട്ബുക്ക്. എവിടെ കാണിച്ച മിസ്സിനെ? പുതിയ നോട്ട്ബുക്ക് ഒക്കെ വാങ്ങിയില്ലേ? ഏട്ടാ, ഇന്ന് സ്കൂള് തുറന്നില്ല നിങ്ങളുടെ? ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ. എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് ദി സ്കൂൾ? ബേസിക് സയൻസ് ടീച്ചർ എന്തെങ്കിലും എടുത്തോ? ഇന്ന് എടുത്തോ? ആർക്കെല്ലാം അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തു? എല്ലാരും സോളാർ സിസ്റ്റം എഴുതുന്ന ഗ്യാപ്പിൽ മിസ് ഒരാളോട് മിണ്ടട്ടെ. ആരെ വിളിക്കണ്ടേ? നോക്കട്ടെ. സാർ, നമുക്ക് നമ്മുടെ ധനു. അതാരെ സാർ? അല്ലല്ല, ധരിയക്കുട്ടി ഞാൻ വരാട്ടോ. ഇവിടെ കുഞ്ഞനിയനുണ്ട്, കുട്ടിയുണ്ട്, പിന്നെ അമ്മയുണ്ട്. അതെ. ആരാ? ഹായ് ധനു. അൺമ്യൂട്ട് ഓപ്ഷൻ ഉണ്ട്, അതിൽ തൊടു. ഹായ് ധനു. How was your first day in school? അൺമ്യൂട്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട് മിസ്, തൊടു. ആസ്ക് ടു അൺമ്യൂട്ട്. മിസ് ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ തരുന്നുണ്ട്, അതിൽ തൊടു. ആക്സെപ്റ്റ് ചെയ്യൂട്ടാ. എന്നാ മാത്രമേ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റുള്ളൂ. എല്ലാവരും മൈക്കിൽ തൊട്ടാ അൺമ്യൂട്ട് ആവില്ല, കാരണം ഇവിടെ ബഹളാവില്ലേ? കുറച്ച് മക്കളുണ്ടല്ലോ, അപ്പൊ ബഹളാവും. അതുകൊണ്ട് മിസ് എന്ത് തരും? നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പൊക്കെ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. മിസ് അൺമ്യൂട്ട് ഓപ്ഷൻ തരും. ധനുവിന് മിസ് തരുന്നുണ്ട്. മോനെ അറിയുന്നില്ല ചെയ്യാൻ? അൺമ്യൂട്ടഡായി. ഹായ്, ഇങ്ങനെയാണ് അൺമ്യൂട്ട് ചെയ്യേണ്ടത് കേട്ടാ. ശരി, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ സ്കൂളില്? എന്തേലും ലഡുവോ മുട്ടായോ എന്തെങ്കിലും കിട്ടിയോ? ഒന്നും തന്നില്ലേ? എന്ത് സ്കൂളാടാ? എടാ, എന്താ മിസ് ചോദിക്കാൻ വന്നേ? ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചോ? വെറുതെ ഇരുത്തിയല്ലേ? അപ്പൊ നല്ല സ്കൂളാട്ടോ. ഓക്കെ, ഇവിടെ ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസം സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ കേട്ടാ. അപ്പൊ
ഈ മോൻ ഇന്ന് ക്ലാസ് എങ്ങനെയുണ്ട് നോക്കാൻ വന്നെയാണല്ലോ, എന്നിട്ട് തീരുമാനിക്കുക. ഓക്കെ ശരി. അപ്പൊ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു അറിയാൻ വേണ്ടിട്ടാണ് മിസ് വിളിച്ചത്. സോളാർ സിസ്റ്റം ഹെഡിങ് എഴുതി കഴിഞ്ഞാൽ എല്ലാവരും മിസ്സിനോട് പറയാം വേഗം തരും എഴുതിക്കോട്ടാ. സോളാർ സിസ്റ്റം എല്ലാരെയും കാണുന്ന പോലെ. എല്ലാരും എഴുതിയോടാ? സോളാർ സിസ്റ്റം എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് വേവ് ടു ദി ക്യാമറ, ജസ്റ്റ് വേവ് ടു ദി ക്യാമറ. മിസ്സേ എന്റെ കഴിഞ്ഞു, കുറെ ഗിവ് അവേസ് വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് കേട്ടാ. ഓക്കെ ഓക്കെ, സോ മിസ് മുന്നോട്ട് പോവാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മിസ് എന്തുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു ടോപ്പിക് കൊണ്ടുവന്നെന്ന് എന്റെ മക്കൾക്ക് സംശയമുണ്ട്. UP ക്ലാസ്സുകളിൽ ഓരോ പേരിൽ പല രൂപത്തിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ത് ഈ ടോപ്പിക്, സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്. UP സെക്ഷനിൽ UP കടക്കണമെങ്കിൽ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് സോളാർ സിസ്റ്റം. 5ാം ക്ലാസ്സിൽ സ്പേസ് എ വേൾഡ് ഓഫ് വണ്ടർ എന്ന് പറഞ്ഞിട്ട് പഠിക്കും. 6ാം ക്ലാസ്സിൽ മൂൺ ആൻഡ് സ്റ്റാർസ് എന്ന് പഠിക്കും. 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ വണ്ടേഴ്സ് ഓഫ് സ്കൈ എന്ന് പഠിക്കും. ഈ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ടോപ്പിക് ആണ് സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സ്പേസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ UP ക്ലാസ്സിൽ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആയതുകൊണ്ട് മിസ് എന്ത് ചെയ്തത് ഇന്ന് ഇങ്ങനെ ഒരു ടോപ്പിക് തന്നെ കൊണ്ടുവന്നത്. ഇത് എന്റെ മക്കളെ എഴുതണ്ട. ഓക്കെ, ജസ്റ്റ് ഒരു എന്തുകൊണ്ട് ഈ ടോപ്പിക് മിസ് എടുത്തു എന്ന് പറഞ്ഞതാണ്. ഇനി ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു. ഒരാൾ അഡ്മിറ്റ് ചെയ്യാം സർ. ഇതാരാണ് എന്ന് ഉത്തരം പറയേണ്ട ആൾ എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് പൊക്കി കാണിക്കണം. കം ഓൺ എവരിവൺ, വേഗം. ഓ ആരാ സർ ഫസ്റ്റ് പൊക്കിയത്? സഹാല ഫാത്തിമയാണ് ആദ്യമായിട്ട് കൈ ഉയർത്തിയ അവസരം നേടിയെടുത്തത്. ഹായ് സഹാല കുട്ടി. അൺമ്യൂട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതിൽ തൊട്ടോളൂ കേട്ടോ. ഹൂ ഈസ് ദിസ്? ഇതാരാണെന്നാണ് മിസ്സിന് അറിയണ്ടേ. ഹൂ ഈസ് ദിസ് കുട്ട? ആരമോനിത്? സൂര്യൻ. ഇംഗ്ലീഷിൽ പറഞ്ഞാലോ? ദി സൺ. വെരി ഗുഡ്. ഇതാരാ ഇത്? അതാരാ മോനെ? നമ്മൾ ഇതിലെവിടെയാ ജീവിക്കുന്നേ കുട്ട? നമ്മൾ ഇതിലെവിടെയാ ജീവിക്കുന്നേ? എർത്തില്. വെരി ഗുഡ്. നമ്മൾ എർത്തിലാ ജീവിക്കുന്നേ. അവിടെ ഒരു സണ്ണും ഇരിപ്പുണ്ട് അല്ലെ? ശരി മോനെ, മ്യൂട്ട് ചെയ്തോ. എനിക്കൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഒന്നും എഴുതാറായിട്ടില്ല കേട്ടോ, മിസ് പറയാം. സോ മിസ്സിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മിസ്സിന് ഭയങ്കര സംശയം. സൂര്യന് ചുറ്റും ഭൂമിയാണോ കറങ്ങുന്നത് അതോ ഭൂമിക്ക് ചുറ്റും സൂര്യനാണോ കറങ്ങുന്നത്? വാട്ട് ഈസ് റിയലി ഹാപ്പനിങ് ഇൻ ദി സ്പേസ്? സൂര്യന് ചുറ്റും ഭൂമിയാണോ ഭൂമിക്ക് ചുറ്റും സൂര്യനാണോ കറങ്ങുന്നത്? വേഗം പറഞ്ഞോ. ഈ ബാക്കിലേക്ക് നോക്കി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞേ. ഭൂമിക്ക് ചുറ്റും സൂര്യനാണോ സൂര്യന് ചുറ്റും ഭൂമിയാണോ കറങ്ങുന്നത്? ആതിഫ്, അഭിനയ, അദ്വിക, ഫാത്തിമ, നൈന, മിഹ്ദ, അമൃത് again, you again. ഞാൻ ഇപ്പൊ ആഡമിന് പറഞ്ഞു വിട്ടതേ ഉള്ളൂ, പോയി ജോയിൻ ചെയ്തോ, വീണ്ടും ക്ലാസ് കേട്ടോണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അമൃത്. Then ഫാത്തിമ സഹ്റ. എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ പ്ലീസ്. ഐ എം റിക്വസ്റ്റിംഗ് ക്യാമറ ഓൺ ചെയ്ത് തന്നെ ക്ലാസ്സിൽ ഇരിക്കുക, അല്ലെങ്കിൽ മിസ്സിന് നിങ്ങളുടെ മുഖം കാണില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് മിസ്സിന് മനസ്സിലാവില്ല കേട്ടോ. എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ച് തന്നെ ഇരിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണം. സച്ചിൻ ക്യാമറ ഓൺ ചെയ്യൂ. ഫാത്തിമ, അദ്വിക, സച്ചിൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. സച്ചിൻ സജീവ്. Then ഫാത്തിമ, നൈന, ഫാത്തിമ സഹ്റ ആൻഡ് അഭിമന്യു. വേഗം ക്യാമറ ഓൺ ചെയ്യടാ, വേഗം ക്യാമറ ഓൺ ചെയ്യും. സോ ഒരാൾക്ക് അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുക്കാം. ഈ ഉത്തരം പറയേണ്ട ആൾ എന്ത് ചെയ്യണം? അയ്യോട്ടാ, എന്റെ അതാരാ സർ? കൊടുക്ക്. ഇത് കണ്ടിട്ട് ഞാൻ എങ്ങനെ കൊടുക്കാതിരിക്കും? ശ്രീദീപ്. മിസ് പറയുന്നതിന് മുമ്പ് മിസ് ഞാൻ കൈ പൊക്കിയിരിക്കുന്നു. ശ്രീദീപ് പറയൂ, സൂര്യന് ചുറ്റും ഭൂമിയാണോ ഭൂമിക്ക് ചുറ്റും സൂര്യനാണോ? സണ്ണിന് ചുറ്റും ഏർത്ത് ആണോ ഏർത്തിന് ചുറ്റും സണ്ണാണോ റൊട്ടേറ്റ് ചെയ്യുന്നേ? സൂര്യന്റെ ഭൂമി ഉറപ്പാ? ഇപ്പൊ ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോ സൂര്യന്റെ അവിടെ നിൽക്കുന്നേ, കുറച്ച് കഴിയുമ്പോ സൂര്യന്റെ അങ്ങോട്ട് പോകുന്ന, അപ്പൊ സൂര്യനില് കറങ്ങുന്നേ. കൺഫ്യൂഷൻ ആയല്ലോ. സൂര്യന് ചുറ്റും കറങ്ങുന്നത് ഭൂമിയാന്ന് ഉറപ്പിച്ചു അല്ലെ? കറക്റ്റ് ആൻസർ കുട്ടാ. മിസ് തെറ്റിക്കാനൊന്നും നോക്കണ്ട. സൂര്യനല്ല കറങ്ങുന്നേ, നമ്മളാ കറങ്ങുന്നേ. സൂര്യൻ അവിടെ തന്നെയാ നിക്കുന്നേ. നമുക്ക് അതുകൊണ്ട് തോന്നുന്നേ, നമ്മ കുഞ്ഞല്ലേ, ഇത്രയും വലിയ ഭൂമിയില് ഇത്രേ ഉള്ളൂ. ആര്? സന്ദീപ് അല്ല, ആരാ? ശ്രീദീപ് അല്ലേ? ഇത്രയും വന്ന ഭൂമിയിൽ ഇത്രേ ഉള്ളൂ ശ്രീദീപ്. അപ്പൊ ഈ ഭൂമിയുടെ കറക്കൊന്നും നമുക്ക് ഫീൽ ചെയ്യാത്തതാ, മനസ്സിലായോ? ശരിക്കും എന്താ ചെയ്യുന്നേ? നമ്മളാണ് സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ആണ്. ശരി. ഇനി ശ്രീദീപ് പറഞ്ഞത് സത്യമാണോ എന്നറിയാം. ഇപ്പൊ ഭൂമി ഇവിടെ അല്ലേ ഇരിക്കുന്നത്? മിസ് ഇവിടെ ഒരു വട്ടം വരച്ചു വെക്കട്ടെ, അതിന് പുറത്തു പോകുന്നുണ്ടോ നോക്കട്ടെ മിസ്. എടാ പോകുന്നുണ്ടോ? ഭൂമി
ആണല്ലോ. സൂര്യൻ പോകുന്നുണ്ടോ? സൂര്യന് ചുറ്റും വട്ടം വരയ്ക്കാം. സൂര്യൻ പോകുന്നുണ്ടോടാ? എടാ ദേടാ പോയി, ഭൂമി പോയി, കടന്നോടി, രക്ഷപ്പെട്ട്. സൂര്യൻ പോകുന്നുണ്ടാ? ഇല്ല. അപ്പൊ സൂര്യൻ സ്റ്റക്കായി നിൽക്കുന്നു, ഭൂമി വട്ടം കറങ്ങുന്നു എന്ന് പറയുന്ന കോൺസെപ്റ്റ് എല്ലാരും മനസ്സിൽ ഉറപ്പിച്ചോ? ഈ ഒരു വിഷ്വൽ ഓർത്താൽ മാത്രം മതി എന്റെ മക്കള്, അല്ലെ? അപ്പോ നിങ്ങൾ സോളാർ സിസ്റ്റം ഹെഡിങ് എഴുതി വെച്ചതിന്റെ അടിയിൽ ഇപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ? ഒരു സണ്ണിനെ വരച്ചേ, ഒരു സണ്ണിനെ വരയ്ക്കും. പിക്ചോറിയൽ റെപ്രസെന്റേഷൻ മതി, നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്ന കോൺസെപ്റ്റ്. ഒരു എർത്തിനെ വരയ്ക്കുക. എന്നിട്ട് എർത്ത് ആണ് കറങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ആരോ മാർക്ക്, വട്ടത്തില് എർത്ത് ആണ് കറങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആരോ മാർക്ക് ഇട്ട് വെക്കാം. വാട്ട് ഡസ് ദാറ്റ് മീൻ? സണ്ണിന് ചുറ്റും എർത്ത് ആണ് കറങ്ങുന്നത്. വരച്ചു കഴിഞ്ഞാൽ മിസ്സിനോട് പറയുക. ഈ ഒരൊറ്റ ഫിഗർ കണ്ട നിങ്ങൾക്ക് അത് ഓർമ്മ വരും. അല്ലേ ഫാത്തിമ? അല്ലേ ഫാത്തിമ ഹന? അല്ലേ ഫാത്തിമ സുഹറ? എല്ലാ ഫാത്തിമമാരും. അതാ എന്റെ അദ്വിക കുട്ടി യൂണിഫോം പോലും മാറ്റാൻ സമയം കിട്ടാതെ ക്ലാസ്സിൽ ഇരിക്കുക. ചായ കുടിച്ചോ? കുടിച്ചു. അദ്വിക ആദ്യമായിട്ടല്ലല്ലോ ക്ലാസ്സില്, ഇത് ഓൾറെഡി കണ്ടതല്ലേ? അദ്വികയ്ക്ക് ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്ത് എന്താ സംഭവം നോക്കട്ടെ. അദ്വിക കുട്ടി, ഹായ് അദ്വിക. വരച്ചു കഴിഞ്ഞാൽ എല്ലാരും ഫിനിഷ്ഡ് എന്ന് ചാറ്റ് ബോക്സിൽ ഇടാം. അദ്വിക, മിസ്സിനെ കണ്ട് ബോറടിച്ചില്ല? കറക്റ്റ് മിസ്സേ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ സ്കൂളില്? നല്ല രസമുണ്ടായിരുന്നു. ട്യൂഷന് വരാൻ തോന്നുന്നേ ഇല്ലായിരുന്നു അല്ലേ? അദ്വികയ്ക്ക് മാത്സ് ക്ലാസ് കിട്ടിയോ? അതാ, മാത്സും കിട്ടി, ബേസിക് സയൻസും കിട്ടി. ഇനിയും ഡിസിഷൻ എടുത്തില്ലേ? അവിടെ റെഗുലർ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അത് മിസ്സാവാതിരിക്കാനാണ് മിസ് പറയുന്നത് കേട്ടോ. 90+ ശരിക്കുള്ള ക്ലാസ്സുകളും തുടങ്ങി, കുറച്ചു ദിവസമായി. അപ്പൊ എന്റെ മക്കള് ഈ ക്ലാസ് കണ്ട് ഓക്കെ ആയവര് പിന്നെയും ഈ ക്ലാസ്സിലേക്ക് വരാതെ വേഗം എന്ത് ചെയ്യണം? നിങ്ങളെ കോൾ ചെയ്യുന്ന ടീച്ചറിനോട് പറഞ്ഞ് അങ്ങോട്ടേക്ക് ക്ലാസ് മാറണം കേട്ടോ. ഓക്കെ, ശരി. ഇനിയും കണ്ട് ഉറപ്പിക്കാനുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നോ കേട്ടോ. ഞാൻ കുറെ വട്ടം മോനെ കണ്ടോണ്ട് ചോദിച്ചതാ. ശരി. ഹലോ എവ്രി വൺ, വാട്ട് അബൌട്ട് സഹല കുട്ടിയുടെ കഴിഞ്ഞു, ഫാത്തിമ സുഹറയുടെ കഴിഞ്ഞു, ദീപ്ത കുട്ടിയുടെ കഴിഞ്ഞു, ഫാത്തിമ ഹന്ന വരച്ചു, അസ്ന കുട്ടി വരച്ചു. അപ്പൊ എല്ലാരും വരച്ചു എന്ന് മിസ് വിചാരിക്കുന്നു. ശരി, എർത്ത് ഒരു പ്ലാനറ്റ് ആണോ സ്റ്റാർ ആണോ? അതാണ് എന്റെ അടുത്ത ഡൗട്ട്. എല്ലാരും എഴുതിക്കോ. എർത്ത് ഈസ് എ വാട്ട് ഡാഷ്. എന്താ? അയ്യടാ ശ്രീദീപ്, ഇനി വേറെ ആൾക്ക് അവസരം കൊടുക്കട്ടെ. ഉത്തരം പറയണമെന്നുള്ള ആൾക്കാർ ആദ്യം പെന്ന് ക്യാമറയിലേക്ക് കാണിക്കണം. മിസ്സേ, ഇതാണ് എന്റെ പുതിയ പെൻ. എനിക്കുണ്ട് കേട്ടോ പെൻ. കാണിച്ച്. ആരാ സാർ ആദ്യം കാണിക്കുന്നേ? ധനു. ഹായ് ധനു. ധനു ആണ് ആദ്യം പേന വെച്ച് ക്യാമറ കുത്തി പൊട്ടിച്ചതെന്നാണ് പറയുന്നത്. ധനുകുട്ടി, എർത്ത് ഇസ് എ സ്റ്റാർ ഓർ എ പ്ലാനറ്റ്? വെരി ഗുഡ്. എർത്ത് ഇസ് എ പ്ലാനറ്റ് വേർ വി ഓൾ ലിവിങ്. അല്ലെ, നമ്മൾ എല്ലാവരും ജീവിക്കുന്ന ഒരു പ്ലാനറ്റ് ആണ് എർത്ത് എന്ന് പറയുന്നത്. എഴുതി കഴിഞ്ഞോ? എർത്ത് ഇസ് എ പ്ലാനറ്റ്. എല്ലാവരും എഴുതൂ, വേഗം എഴുതൂ. വെരി ഗുഡ്. അതാര് സർ? ആ ഗ്രീൻ കളർ അമ്മ മമ്മി താഴേന്ന് രണ്ടാമത്തെ റോല് ഇല്ല ഇപ്പറേ. അഭിന്യ. കൊച്ചിനെ എനിക്ക് കാണുന്നില്ല. കാണുന്നുണ്ട്. ഓക്കെ, ഹായ് അഭിന്യ. എഴുതുന്നുണ്ടാ? ശരി. ഓക്കെ, സുഹറ all set. സുഹറ is waiting for the next topic. കഴിഞ്ഞോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? എർത്ത് ഇസ് എ പ്ലാനറ്റ് എഴുതി കഴിഞ്ഞോടാ? കഴിഞ്ഞു അല്ലേ? ഓക്കെ, എഴുതി കഴിഞ്ഞ മിസ്സിന് അടുത്തൊരു ചോദ്യം. സൂര്യന് ചുറ്റും ഭൂമി മാത്രമാണോ കറങ്ങുന്നത്? സൂര്യന് ചുറ്റും ഭൂമി മാത്രമാണോ കറങ്ങുന്നത്? ഈസ് എർത്ത് ദി ഓൺലി പ്ലാനറ്റ് റിവോൾവിംഗ് അറൗണ്ട് ദി സൺ? ഞാൻ ജീവിക്കുന്ന പ്ലാനറ്റ് എർത്ത. സൂര്യന് ചുറ്റും ഭൂമി മാത്രം കറങ്ങിയാൽ മതി. ആണോ? അല്ല. ശരി, നിങ്ങൾ പറയുന്നു അല്ല. അങ്ങനെയാണെങ്കിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ട് സൂര്യന് ചുറ്റും കറങ്ങുന്ന? എത്ര പ്ലാനറ്റ്സ് ഉണ്ട് സായന്തേ? വെരി ഗുഡ് ആരാധ്യ. അമൃത്, അബി, മന്യു, ഫാത്തിമ, സഹന, മാത്യു, ജോബ് മാത്യു. ഒരെണ്ണോ സഹല ഫാത്തിമ? പറയൂ, എത്ര എണ്ണം ഉണ്ട്? ചെറിയൊരു തിരുത്തുണ്ട് തരിയ കുട്ടി. അതിലൊരാളെ നമ്മൾ പുറത്താക്കി കേട്ടോ.
ഒരെണ്ണം നമ്മൾ പുറത്താക്കി. സോ എത്ര എണ്ണം ഉണ്ട്? ഒരാളെ വിളിക്കാം. അറിയുന്നുണ്ടാവും അവിടെ ആർക്കേലും. അറിയുന്ന ആൾ എന്ത് ചെയ്യുമെന്നറിയോ? ഉത്തരം സ്ക്രീനിൽ എഴുതി കാണിക്കണം. ആരാ ഫസ്റ്റ് എഴുതി കാണിക്കുന്നത് മിസ് നോക്കട്ടെ. വേഗം വേഗം എഴുതി കാണിച്ചു സ്ക്രീനിൽ. ഫോർ എക്സാമ്പിൾ 7 ആണെങ്കിൽ 7 അങ്ങനെ സ്ക്രീനിലേക്ക്, ക്യാമറയിലേക്ക്. അച്ഛടാ ഒരാൾ എഴുതിയിട്ട് ബുക്ക് കാണിക്കുന്നുണ്ട്. എനിവൺ എൽസ്? ആരാ സർ? ആരാധ്യയുടെ ഫസ്റ്റ് ക്ലാസ് അല്ലല്ലോ. ആരാധ്യ കുട്ടി ഫസ്റ്റ് ക്ലാസ് ആണോടാ? കണ്ട എത്ര വട്ടം കേൾക്കും ഇത് തന്നെ? തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ മോനോടും പറയാനല്ല കേട്ടോ. റെഗുലർ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അത് മിസ്സാവും. അപ്പോ എന്താണ് ഡിസിഷൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കാം. ശരി, അപ്പോ 8 പ്ലാനറ്റ്സ് ഉണ്ടെന്നാണ് അമൃത് കൃഷ്ണൻ പറയുന്നത്. അമൃത് പറഞ്ഞത് ശരിയാണോ? നമുക്ക് ഒരാളോട് ചോദിക്കാം. ആരോട് ചോദിക്കാം സർ? ഫാത്തിമഹന കുട്ടിക്ക് പറയണം. ഹായ് ഫാത്തിമഹന. എത്ര പ്ലാനറ്റ്സ് ഉണ്ട് സണ്ണിന് ചുറ്റും? എത്ര പ്ലാനറ്റ്സ് ഉണ്ട് സണ്ണിന് ചുറ്റും? ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ദേർ? എത്രയാ? കേക്കുന്നില്ല? 8 പ്ലാനറ്റ്സ് ഉണ്ട് അല്ലെ? 8 പ്ലാനറ്റ്സ് ഉണ്ട് നമുക്ക് നമ്മുടെ സൂര്യന് ചുറ്റും കറങ്ങുന്ന. അവരുടെ പേര് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിച്ചാലോ? അതിന്റെ പേര് ഓരോന്നോരോന്നായിട്ട് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നോക്കിയേ, സൂര്യന് ചുറ്റും 8 പ്ലാനറ്റ്സ് കറങ്ങുന്നുണ്ട്. ആരാ ഈ റിംഗ് ഒക്കെ വെച്ച് കറങ്ങുന്നേ? ആരത്? എനി ഐഡിയ? ശരി, അപ്പൊ നിങ്ങൾ പറഞ്ഞു 8 പ്ലാനറ്റ്സ് ഉണ്ട്. മക്കളെ പണ്ട് 9 ഉണ്ടായിരുന്നു. ഒരാൾ എന്ത് ചെയ്തു? ഒരാൾ കുറച്ച് കുറുമ്പ് കാണിച്ചു. ഒരു പ്ലാനറ്റ് ആവാൻ വേണ്ട 3 കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം നമ്മുടെ പ്ലൂട്ടോ തെറ്റിച്ചപ്പോ അവനെ പുറത്താക്കി 8 പ്ലാനറ്റായി മാറി. മനസ്സിലായോ? കുറുമ്പ് കാണിച്ചാ പുറത്താക്കൂലേ? അല്ലേ? അതുപോലെ ഒരു പ്ലാനറ്റ് ആവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ട 3 കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം തെറ്റിച്ചപ്പോ 9 പ്ലാനറ്റിന് പകരം 8 പ്ലാനറ്റ് ആയി പ്ലൂട്ടോനെ പാവം നമ്മൾ ഡ്വാർഫ് പ്ലാനറ്റ് ആക്കിയിട്ട് പറഞ്ഞു. നീ ഇനിയൊരു പ്ലാനറ്റ് അല്ലാന്ന് നമ്മൾ അങ്ങ് തീരുമാനിച്ചു. ഓക്കെ, സോ 8 പ്ലാനറ്റ്സ് നമുക്ക് മനസ്സിലായി. ശരി, പ്ലാനറ്റ്സിന്റെ പേരൊക്കെ പഠിക്കുന്നതിന് മുമ്പ് വാട്ട് ഈസ് എ സോളാർ സിസ്റ്റം നമുക്ക് പഠിക്കണം. എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സോളാർ സിസ്റ്റം? ഗുഡ് ഫാത്തിമഹന. അസ്നക്കുട്ടി മനസ്സിലായോ? 9 ഉണ്ടായിരുന്നു, പ്ലൂട്ടോനെ നമ്മൾ പുറത്താക്കി, അപ്പൊ 8 ആയി കേട്ടോ അസ്ന. ഓക്കെ, സോ വാട്ട് ഈസ് സോളാർ സിസ്റ്റം? എന്ന് അറിയണല്ലേ? നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോഴേ പറഞ്ഞു സോളാർ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. എന്താ ഈ സോളാർ സിസ്റ്റം അല്ലേ? എന്തായിരിക്കും ഈ സോളാർ സിസ്റ്റം? അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ പറയാം കേട്ടോ. എഴുതിയോടാ? വാട്ട് ഈസ് സോളാർ സിസ്റ്റം? എഴുതിയോ? എഴുതി. എന്താ ഒരു സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാല്? സോളാർ സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ? സണ്ണുണ്ട്, അതിന് ചുറ്റും ആര് കറങ്ങുന്നുണ്ട്? പ്ലാനറ്റ്സ് ഉണ്ട്. അതിന് ചുറ്റും ആര് കറങ്ങുന്നുണ്ട്? സാറ്റലൈറ്റ് ഉണ്ട്. അപ്പൊ ഈ സാറ്റലൈറ്റ് എവിടെ കറങ്ങുന്നത്? പ്ലാനറ്റ്സിന് ചുറ്റും. ശരി, എർത്ത് ഇസ് എ പ്ലാനറ്റ് എന്ന് എന്റെ മക്കള് പറഞ്ഞു. എർത്തിന് ചുറ്റും കറങ്ങുന്ന ഒരാളുണ്ട്. ഇത് സണ്ണിന് ചുറ്റും എർത്ത് കറങ്ങുന്നേ. എർത്തിന് ചുറ്റും കറങ്ങുന്ന ഒരാളുണ്ട്. അത് ആരാന്നറിയോ? എർത്തിന് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റ്, നാച്ചുറൽ സാറ്റലൈറ്റ്. ഹൂ ഈസ് ദാറ്റ്? രാത്രിയാവുമ്പോ നമ്മൾ ഇറങ്ങും, കണ്ടുകൊണ്ട് നിക്കാൻ എന്ത് രസാല്ലേ? ആരാ? എനി ഐഡിയ? നമ്മുടെ സായന്തിന് ഉത്തരം പറയണം. ഹായ് സായന്ത്. എപ്പോഴും കൈ പൊക്കാനായിരിക്കില്ല മിസ് പറയാട്ടോ. സായന്ത് വെറൈറ്റി ഗിവ് അവേ ക്രൈറ്റീരിയാസ് വരും. ഓക്കെ സായന്ത്, യു കൻ അൺമ്യൂട്ട്. നോ ആരാധ്യ കുട്ടി. സായന്ത്
സണ്ണിന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട്, എർത്തിന് ചുറ്റും ആരാ കറങ്ങുന്നേ? പറഞ്ഞോ, സായന്ത് പറഞ്ഞോ, മിസ്സിന് കേക്കാം. മൂണാണോ? ഉറപ്പാണോ? മൂൺ ഇസ് ദി നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത് അല്ലെ. എർത്തിന് ചുറ്റും കറങ്ങുന്ന ആളാണ് മൂൺ. അങ്ങനെ പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? വായിച്ചേ പോരട്ടെ, എന്താ വിളിക്കുന്നേ? ഒന്നുകൂടി അൺമ്യൂട്ട് ചെയ്യേ. സോ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നുണ്ട്, പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങുന്നവരെ വിളിക്കുന്ന പേരാണ് വായിച്ചോ? അൺമ്യൂട്ട് ചെയ്യൂ കൂട്ടാ, അൺമ്യൂട്ട് ചെയ്യേട്ടാ. പറഞ്ഞോടാ, മിസ്സിന് കേക്കാം. സാറ്റലൈറ്റ്, വെരി ഗുഡ്. അപ്പോ പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങുന്നവരെ നമ്മള് സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ സണ്ണുണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്, ഇത്ര ഉള്ളോ സോളാർ സിസ്റ്റത്തില്? അല്ല, നമ്മുടെ സ്പേസിൽ കുറെ സാധനങ്ങളുണ്ട്, കുറെ കല്ലും കട്ടയും കുറെ സാധനങ്ങളുണ്ട്, കുറെ സ്റ്റാർസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചേർന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റം. അതിൽ മെയിൻ ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞേ ഉള്ളൂ. സൺ ഉണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്, ഇനിയും കുറെ ആൾക്കാരുണ്ട് എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ എഴുതിയ പേരാണ് മെനി അതർ സെലസ്റ്റിയൽ ബോഡീസ്. അപ്പൊ ആരായി സെലസ്റ്റിയൽ ബോഡീസ് എന്ന് മിസ് പറഞ്ഞുതരാം. സ്പേസിലുള്ള എല്ലാ ഒബ്ജക്റ്റിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സെലസ്റ്റിയൽ ബോഡി. മിസ്സിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് നിങ്ങളോട്. ഫാമിലിയിലെ എല്ലാവരെയും കൂടി നമ്മൾ എന്താ വിളിക്കുക? നമ്മുടെ വീട്ടിലെ എല്ലാവരും ഒന്നിച്ച്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, അനിയനുണ്ട്, വേറെ കുറെ ആൾക്കാരുണ്ട്, എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട്, ഇവരെല്ലാരെയും ഒന്നിച്ച് എന്താ വിളിക്കുക? ഫാമിലി മെമ്പേഴ്സ് അല്ലേ. അപ്പോ ഫാമിലിയിലെ എല്ലാവരെയും ഒന്നിച്ച് നമുക്ക് ഫാമിലി മെമ്പേഴ്സ് എന്ന് വിളിക്കാം. സ്പേസിൽ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് നമുക്കൊരു പേര് വിളിക്കാം. അതാണ് എന്ത്? സെലസ്റ്റിയൽ ബോഡി. എന്താ? സ്പേസിലെ എല്ലാ ഒബ്ജക്റ്റുകളെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ്, വെരി ഗുഡ് ഫാത്തിമ, സെലസ്റ്റിയൽ ബോഡീസ്. കിട്ടിയോ? അപ്പോ സ്പേസിലുള്ള ആൾക്കാർ തന്നെയാ. സൺ ഒരു സെലസ്റ്റിയൽ ബോഡിയാ, പ്ലാനറ്റ്സ് സെലസ്റ്റിയൽ ബോഡിയാ, സാറ്റലൈറ്റ് സെലസ്റ്റിയൽ ബോഡീസാ. ഇത് മാത്രമാണോ? അല്ല, അതർ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ വീട്ടില് അച്ഛനും അമ്മയും ചേട്ടനും മാത്രമല്ല, അല്ല, അതർ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്. കറക്റ്റ് കറക്റ്റ്. അതുപോലെ സണ്ണുണ്ട്, മൂണുണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്, എല്ലാരും ഉണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട്, കൂടാതെ അതർ സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ട്. അപ്പൊ ആരാ സെലസ്റ്റിയൽ ബോഡി? ഫാമിലിയിലെ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എന്ന് വിളിക്കുന്ന പോലെ സ്പേസിലെ എല്ലാവരും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സെലസ്റ്റിയൽ ബോഡി. മനസ്സിലായോ? ഇവരെ എല്ലാവരും കൂടെ നമ്മൾ വിളിക്കും സോളാർ സിസ്റ്റം. കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി ഫാത്തിമ സന ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുക. സോളാർ സിസ്റ്റം എന്ന് എഴുതാം. എന്നിട്ട് ഒരു 4 ആരോ മാർക്ക് ഇടാം. ഇതിന്റെ പേരാണ് ഫ്ലോ ചാർട്ട്. ഒറ്റ നോട്ടത്തിൽ എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ. അതിന് വേണ്ടിട്ടാ. സൺ ഉണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്, ഇതൊന്നും പോരാണ്ട് ഇതൊന്നും മാത്രമല്ല ഉള്ളത് അതർ. ഇതൊക്കെ സെലസ്റ്റിയൽ ബോഡീസാ. സൺ ഒരു സെലസ്റ്റിയൽ ബോഡിയാ, എന്റെ അച്ഛൻ ഫാമിലി മെമ്പറാ. പ്ലാനറ്റ്സ് സെലസ്റ്റിയൽ ബോഡിയാ, എന്റെ അമ്മ ഫാമിലി മെമ്പറാ, എന്റെ ചേട്ടൻ ഫാമിലി മെമ്പറാ. സാറ്റലൈറ്റ്സ് ഒരു സെലസ്റ്റിയൽ ബോഡി. ഇതൊന്നും കൂടെ എനിക്ക് കുറെ ഫാമിലി മെമ്പേഴ്സ് വേറെ ഉണ്ട്, അതായത് അതർ സെലസ്റ്റിയൽ ബോഡി. ക്ലിയർ എവ്രിവൺ? ഇതാണ് ഫ്ലോ ചാർട്ട്. എഴുതി വെച്ചോ. സൺ ഉണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്, അതർ സെലസ്റ്റിയൽ ബോഡീസ്. അപ്പൊ ഒറ്റയടിക്ക് നോക്കുമ്പോ എന്താണ് ഒരു സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞത്? ഇതെല്ലാം കൂടിയതാണ് സോളാർ സിസ്റ്റം. ഇതെല്ലാം കൂടെ കൂടിയതാണ് സോളാർ സിസ്റ്റം. ക്ലിയർ ആയോ എന്റെ മക്കൾക്ക്? എവ്രിവൺ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം, ഹാൻഡ് റൈസ് ചെയ്യാം. ഫിസിക്കലി ചെയ്യരുത്, റിയാക്ഷൻസിൽ പോയിട്ട് ഹാൻഡ് റൈസ് ചെയ്താൽ മിസ്സിന് പെട്ടെന്ന് കാണാൻ പറ്റും കേട്ടോ. കേട്ടോ? അഫ്രീം, എവിടെ നിന്റെ ബുക്ക്? മിസ്സിനെ കാണിച്ച്, ഫ്ലോ ചാർട്ട് കാണിച്ചെന്നേ. ചട്ടയൊക്കെ ഇട്ട ബുക്കൊക്കെ ഉണ്ടല്ലോ, നോക്കട്ടെ മിസ്. ഒന്നുകൂടി കാണിച്ചേ, മിസ് കണ്ടില്ല. ഫ്ലോ ചാർട്ട് ഒന്നുകൂടെ കാണിച്ചേടാ, മിസ് നോക്കട്ടെ. അമ്പടാ, സൂപ്പർ. എല്ലാവരുടെയും വരച്ചു കഴിഞ്ഞാൽ മിസ്സിനെ അറിയിക്കണം കേട്ടോ. അപ്പൊ മിസ് അടുത്ത കാര്യം പറയാം. എന്താണ് സെലസ്റ്റിയൽ ബോഡി എന്നാണ് അടുത്തായിട്ട് എഴുതാൻ പോകുന്നത്. എന്താ എഴുതാൻ പോകുന്നത്?
സെലസ്റ്റിയൽ ബോഡീസ് എഴുതിക്കോ. ബാക്കിയുള്ളവർ ഇത് തന്നെ ഒരു ഹെഡിങ് ആയിട്ട് എഴുതി എന്താ സെലസ്റ്റിയൽ ബോഡി എന്നാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. സമയം കളഞ്ഞ എഴുതിക്കോ. സെലസ്റ്റിയൽ ബോഡീസ് എന്ന് ഹെഡിങ് എഴുതാം. അതെന്താന്ന് മിസ് പറഞ്ഞുതരാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചു. ഫാമിലിയിലെ ആൾക്കാരെ ഫാമിലി മെമ്പേഴ്സ് എന്ന് വിളിക്കുന്ന പോലെ സ്പേസിലെ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് the objects in space is known as celestial bodies. Clear? Amrit, Daria, Atif. Hi Atif. Camera on ചെയ്തിരിക്കണം കുട്ടാ. എഴുതി കഴിഞ്ഞോ? Everyone just wait to the camera if you finish writing. Fatima Zanna all set? Clear? Okay. ആരാധ്യ ഞാൻ പോവും കേട്ടോ. ഇങ്ങനെയൊക്കെ ടാറ്റ എന്നാ ഞാൻ പോവും. Okay, so the next topic is what is celestial bodies. They chadi vandirikkunnu. The objects in space is known as celestial bodies. The objects in space is known as celestial bodies. Celestial bodies are objects in space. For example, sun, moon, planet, stars, ഇനിയുണ്ട് കുറെ സാധനങ്ങൾ. ഇതിനെല്ലാം ഒന്നിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് celestial bodies. Objects in space. ഇത് ഹൈലൈറ്റ് ചെയ്യാം കേട്ടോ. ഡെഫിനിഷൻ മൊത്തം എഴുതുക, സെന്റൻസ് മൊത്തം എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനെ ഹൈലൈറ്റ് ചെയ്യാം. ഒബ്ജക്ട്സ് ഇൻ സ്പേസ് ആണ് ആര്? സെലസ്റ്റിയൽ ബോഡി. ക്ലിയർ എവ്രിവൺ? ക്ലിയർ എവ്രിവൺ? എവ്രിവൺ? ഞാൻ പറയണം, വെറുതെ ഇരിക്കാൻ പാടില്ല. സെലസ്റ്റിയൽ ബോഡീസ് ആർ ഒബ്ജക്ട്സ് ഇൻ സ്പേസ് സച്ച് ആസ് സൺ, മൂൺ, പ്ലാനറ്റ്, സ്റ്റാർസ്. ക്ലിയർ? ദരിയക്കുട്ടി, ആതിഫ്, അമൃത്, ശ്രീദീപ്. ക്യാമറ ഓഫ് ചെയ്യല്ലടാ. നമ്മുടെ മിഹ്ത കുട്ടി എഴുതുന്നുണ്ട്. വേഗം വേഗം എഴുതിക്കോ കേട്ടോ. ദീപ്ത വേഗം വേഗം എഴുതിക്കോ. ഏബൽ ഓക്കെ. ആരാധ്യ, ഫാത്തിമ, സഹറയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മോനെ? എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ ചോദിക്കണം. സഹറയ്ക്ക് ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തേ സർ. ഹായ് സഹ്റ. ഹായ് സഹറ കുട്ടി. എന്താ കാണാത്തെ? എന്താ കാണാത്തെ? അതായത് മിസ്സിനെ ആണോ എഴുതിയേക്കുന്നയാണോ? എന്താ കാണാത്തെ കുട്ടാ? സെലസ്റ്റിയൽ ബോഡീസ് എഴുതിയ കാണുന്നുണ്ടോ? മിസ്സിനെ കാണുന്നുണ്ടോ? ഫാത്തിമ സഹ്റ ഒന്ന് ലീവ് ചെയ്തിട്ട് റീജോയിൻ ചെയ്ത് നോക്കൂ. ഒന്ന് ലീവ് ചെയ്യൂ, എൻഡ് ചെയ്യൂ, എന്നിട്ട് റീജോയിൻ ചെയ്ത് നോക്കൂ ട്ടോ. ആ ശരി ശരി. എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ മോന്റെ. അപ്പൊ വേഗം ബാക്കി എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് കേട്ടാ. ശരി. അപ്പൊ എല്ലാരും എഴുതി കഴിഞ്ഞു വിചാരിക്കുന്നു. മിസ് നമുക്ക് മുന്നോട്ട് പോയാലോ? ഓൾ സെറ്റ് എവരിവൺ? മുന്നോട്ട് പോവാം. ഓക്കെ. പേജ് ഞാൻ മറച്ചിരിക്കുന്നു കേട്ടോ. പേജ് ഞാൻ മറച്ചിരിക്കുന്നു. ഫാത്തിമ സഹ്റ. സഹ്റേനല്ലേ ഇപ്പൊ നമ്മൾ വിളിച്ചേ? ആ. പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം എഴുതിക്കോ. അടുത്ത ഹെഡിങ് പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം. പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം 8 നമ്മൾ പറഞ്ഞു. 8 പേര് പഠിക്കാം. 8 പേരും ഒന്നൊന്നായിട്ട് പഠിക്കണം. അപ്പൊ പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം ഹെഡിങ് എഴുതി കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലോ ചാർട്ട് വരയ്ക്കാനുള്ള തുടക്കമായി. പ്ലാനറ്റ്സ് എന്ന് മാത്രം ഒന്ന് എഴുതുക. എന്നിട്ട് എത്ര ആരോ മാർക്ക് ഇടണം? 1, 2, 3 അങ്ങനെ 8 ആരോ മാർക്ക് ഇട്ട് റെഡി ആയിട്ടിരുന്നോ. 8 പ്ലാനറ്റ്സിന്റെ പേരും എഴുതാൻ പഠിക്കാൻ പോവാണ്. ഓക്കെ. So there are 8 planets in the solar system. What is the solar system? ഈ പ്ലാനറ്റ്സും സണ്ണും എല്ലാരും കൂടെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് സോളാർ സിസ്റ്റം. ഓക്കെ ശരി, മിസ് മുന്നോട്ട് പോട്ടെ. അഫ്രീം അല്ലെ?
അഫ്രീം കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായതല്ലേ? ഇല്ല, ഫസ്റ്റ് അല്ലേ? ഇതുപോലൊരു പേര് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, അഫ്രീം. അതുകൊണ്ട് ചോദിച്ചാ കേട്ടോ. എഴുതി കഴിഞ്ഞോടാ. പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം എഴുതി, പ്ലാനറ്റ്സ് എഴുതി 8 അരമാർക്കിട്ട് റെഡി ആണോ നിങ്ങള്? അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റി ദീപ്ത കുട്ടി? മോൻ ഇങ്ങനെ ഹാൻഡ് റേസ് ചെയ്താൽ മിസ് ചിലപ്പോ ശ്രദ്ധിക്കില്ല കേട്ടോ. മോൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? റിയാക്ഷൻസിൽ പോയിട്ട് ഹാൻഡ് റേസ് ഒരു ഓപ്ഷൻ ഇടാം, അത് ഞെക്കണം. ഓക്കെ, കിട്ടിയാ? ഇപ്പൊ മിസ് അൺമ്യൂട്ട് ഓപ്ഷൻ തരാം. യെസ്, ചോദിച്ചോ. വാട്ട് ഹാപ്പൻ? വാട്ട് ഹാപ്പൻ കുട്ടാ? ചോദിച്ചോ. അൺമ്യൂട്ട് ഓപ്ഷൻ തരുന്നുണ്ട്, തൊടു. അതില് തൊടു ദീപ്ത കുട്ടീനോട് തൊട്ടോളൂ. അതന്നെ, എങ്ങനെയാണ് അൺമ്യൂട്ട് ചെയ്യേണ്ടത്? ഹലോ ദീപ്ത, ചോദിച്ചോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന്. ഡൗട്ട് ഇല്ല, പിന്നെ അല്ല. ശരി, ഓക്കെ. സോ ആർക്കാണ് എന്താ മോനെ? മിസ് കേട്ടില്ല, ഒന്നുകൂടെ പറയൂ. ഒന്നുകൂടെ പറയൂ ദീപ്ത കുട്ടി. എന്തേലും പറഞ്ഞോ? ഇല്ല. ശരി ശരി. അപ്പോ ആദ്യത്തെ പ്ലാനറ്റ് ഏതായിരിക്കും മിസ് കൊണ്ടുവന്ന ഓർഡറിൽ ഗസ് ചെയ്തേ ഒന്ന്. ആരാ ഗസ് ചെയ്യാൻ പോകുന്നേ? ആർക്കാ ഗസ് ചെയ്യണ്ടേ? മിസ് കൊണ്ടുവന്ന ഓർഡറിൽ ആരായിരിക്കും ആദ്യത്തെ പ്ലാനറ്റ്? അമൃതേ, നിനക്ക് ഓൾറെഡി അറിയാന്ന് എനിക്ക് അറിയാം. അമൃത്, നീ അത് ക്യാമറ ഓൺ ചെയ്യ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം ടർണോ വേണ്ടിയോന്ന് കേട്ടാ. ആർക്കാ മിസ് കൊണ്ടുവന്നതിൽ ആദ്യത്തെ പ്ലാനറ്റിന്റെ പേര് പറയേണ്ടത്? ആർക്കും പറയണ്ടേ? നോ വൺ വാണ്ട്സ് ടു. അതാരാ? സഹല ഫാത്തിമ. ഓൾറെഡി ഒരു ഉത്തരം പറയാനുള്ള അവസരം മിസ് തന്നു. നല്ല സാറില്ല, പറയും. വീനസ് ആണോന്നാണ് കുട്ടിയുടെ ചോദ്യം. 3, 2, 1 പറയൂ, നമുക്ക് നോക്കാം. റിവീൽ ചെയ്യാം ആരാന്ന്. കമോൺ. 3 പറയ്. 2 കുട്ടാ വീനസ് ആന്നല്ലേ പറഞ്ഞേ? ഗസ്. 3, 2, 1 പറ. മിസ് റിവീൽ ചെയ്യാം. ഇച്ചിരി പതുക്കിയൊക്കെ പറ. 3 ആ പോരട്ടെ. 2 അയ്യോടാ, ആരാ വിളിച്ചിരിക്കുന്നേ? മെർക്കുറി. മോൻ പറഞ്ഞ ഉത്തരം തെറ്റൊന്നുമല്ല കേട്ടോ, പക്ഷെ മിസ് കൊണ്ടുവന്ന ഓർഡറിലല്ലാന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങള് ആദ്യത്തെ ആരോ മാർക്കിൽ മെർക്കുറി എഴുതൂ വേഗം. മെർക്കുറി എഴുതി കഴിഞ്ഞാൽ മിസ്സിനോട് പറയണം. എവ്രിവൺ ഡു റൈറ്റ് മെർക്കുറി. ആർക്കാ അടുത്ത പ്ലാനറ്റ് ഗസ് ചെയ്യണ്ടേ? Who wants to guess the next one? ആരാധ്യ, you were there in the last session, no? മോനൊന്ന് അയ്യോടാ, ബാക്കിയുള്ളവർക്ക് നമുക്ക് അവസരം കൊടുക്കാം. ആർക്കാ അടുത്ത പ്ലാനറ്റ് ഗസ് ചെയ്യണ്ടേ? ഇതുവരെ ഉത്തരവൊന്നും പറയാത്ത ഒരാൾ വരട്ടെ. ജോബ് മാത്യു. ഹായ് ജോബ്. ജോബ് ജോബേ, നമ്മ എന്തിനാ പഠിക്കുന്നേ? ജോലി കിട്ടാനാ അല്ലേ? ജനിച്ചപ്പോ തന്നെ ജോബ് എന്നങ്ങ് പേര് വെച്ചു വീട്ടുകാര്. ആണോ? അങ്ങനെയാണോ? എന്താ അതിന്റെ പുറകിലെ ഒരു സെറ്റപ്പ്? പറഞ്ഞോ, ആരാ പേരിട്ട? എങ്ങനെ പറഞ്ഞോ, കേക്കുന്നുണ്ട്. കൊച്ചിന് കൺഫ്യൂഷനായി. ആരാ പേരിട്ടെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചില്ല മിസ്സേ. ആണോ? പേരങ്ങനെ തന്നെയല്ലേ കുട്ടാ? പേരങ്ങനെ തന്നെയല്ലേ? വെറൈറ്റി തന്നെ. അങ്ങനെ പറയലുണ്ടോ ആൾക്കാര്? പഠിക്കുന്നതിന് മുമ്പ് എനിക്ക് ജോലി കിട്ടിയോടാന്ന്? സൂപ്പർ. എനിക്ക് എന്റെ പേര് കണ്ടില്ലേ, ശ്വേത. വലിയ കാര്യമൊന്നുമില്ല. ഓക്കേടാ, അടുത്തത് എന്തായിരിക്കും? 3, 2, 1 പറയൂ, നമുക്ക് നോക്കാം. 3 ആ 2 ആ 1 കറക്റ്റ്. ഓക്കെ, ജോബ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ അല്ലേ? ആ ശരിക്കും. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയി. അങ്ങനെ നമ്മുടെ ജോബിന്റെ ഉത്തരവും കറക്റ്റ് ആയി, എല്ലാം കറക്റ്റ് ആയി. ലൈഫേ അടിപൊളി തന്നെ. സോ ഫസ്റ്റ് വൺ മെർക്കുറി, സെക്കൻഡ് വൺ ദി വീനസ്. ഇനി ആർക്കാ ഗസ് ചെയ്യണ്ടേ? ഹൂ ഈസ് നെക്സ്റ്റ്?
എന്റെ മക്കള് ഫില്ല് ചെയ്ത് പോണേ. സ്പെല്ലിംഗ് തെറ്റിക്കാണ്ട്. മെർക്കുറി കഴിഞ്ഞാൽ വീനസ് എഴുതി. ഇനി ആരായിരിക്കും? ദരിയ. അതിനിടയ്ക്ക് ഞാൻ ആരെയോ റീജോയിൻ ചെയ്യാൻ പറഞ്ഞ് വിട്ടുണ്ടായില്ലേ? വന്നാ ഫാത്തിമ സുഹറ ഇപ്പൊ കേക്കുന്നുണ്ടാ? മോന് സ്റ്റാർട്ടിംഗ് സ്ലൈഡ്സ് മിസ്സായോ? സ്റ്റാർട്ടിങ്ങിലെ സ്ലൈഡ് മിസ്സായിരുന്നോ കാണാത്തോണ്ട്? ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. ഇങ്ങനെ എഴുതാനാ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ. എടുത്തോ. ഇത് എടുത്തു കഴിഞ്ഞാൽ മിസ്സിനോട് പറയാം അടുത്ത സ്ലൈഡ് കാണിച്ചു തരാം. കിട്ടിയോ? ക്ലാസ് കഴിഞ്ഞിരുന്ന് എഴുതണേ. ശരി ശരി. ഇന്നാ ഒരു സ്ലൈഡും കൂടി ഉണ്ട്. കിട്ടിയോ? എടുത്തോ. സമാധാനത്തിലെടുത്തോ. കിട്ടിയോ? എന്റെ ഫോൺ ഇത്തിരി ഹാങ് മിസ്, ഒന്ന് ക്ഷമിക്കും. ഓക്കെ, കിട്ടിയോ? മോളീന്ന് വലിച്ചിട്ട് ടേക്ക് സ്ക്രീൻഷോട്ട് അടിക്കൂ. കിട്ടിയോ? ആരാ അടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്തമ്മ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ? കൊച്ചിന് മിസ്സായ സ്ലൈഡ് കാണാത്തോണ്ട് മിസ്സായ സ്ലൈഡ് കേട്ടോ. ഞാൻ മൂക്ക് ചൊറിയുന്ന സ്ക്രീൻഷോട്ടിൽ വന്നു എന്തോ. അതെ, നേരത്തെ എടുത്ത പോലെ എടുക്കൂ. 3 വരെ സെറ്റപ്പ് ഉണ്ടോ? 3 വരെ എടുത്തു. ഓക്കെ, അപ്പൊ മിസ്സായ 2 സ്ലൈഡും കിട്ടി ട്ടോ. ഇനി ഒന്നുമില്ല, പ്ലാനറ്റ്സിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്ന. ആദ്യത്തെ പ്ലാനറ്റിന്റെ പേര് എഴുതി, മെർക്കുറി, വീനസ്. അയ്യോ, എല്ലാരും എന്റെ സർപ്രൈസ് ഒക്കെ കണ്ടു എന്ന് തോന്നുന്നു. സാരില്ല, അടുത്തത് ഏതായിരിക്കും? എനി ഗസസ്? കണ്ടവര് കാണാത്ത പോലെ അഭിനയിക്കണം കേട്ടോ. ഓക്കെ, ഡീൽ. ശരി, ആരാ സർ പറയാൻ പോകുന്നത്? ഇനി ഉത്തരം പറയേണ്ട ആള് ആദ്യം എന്ത് ചെയ്യണം അറിയോ? ഒരു റെഡ് ഹാർട്ട് ചാറ്റ് ബോക്സിൽ ഇടണം. വേഗം റെഡ് ഹാർട്ട് ചാറ്റ് ബോക്സിൽ ഇടൂ. സ്പീഡ് നോക്കട്ടെ ആരാദ്യം ഇടാൻ നോക്കട്ടെ മിസ്. വേഗം വെയിറ്റിംഗ്. അസ്ന കുട്ടി, ഹായ് അസ്ന. അസ്ന അത് കൊണ്ടുപോയി ഗൈസ്, ആ റെഡ് ഹാർട്ട് അസ്ന കൊണ്ടുപോയി. ഹായ് അസ്ന. ആരായിരിക്കും അടുത്ത പ്ലാനറ്റ്? ആരാ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണടാ. ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ വരുന്നുണ്ട്, അതിൽ തൊട്ടിട്ട് പറയൂ. എർത്ത് എന്നാണ് നമ്മുടെ മോള് പറയുന്നത്. 3, 2, 1 പറയും. നോക്കാം ശരിയാണോന്ന്. 3, 2, 1. കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതുവരെയുള്ളതൊന്ന് ഒരുമിച്ച് പറയാമോ? ഫസ്റ്റ് ആരെ കണ്ടേ? അസ്ന കുട്ടി ഫസ്റ്റ് ആരെ കണ്ടേ? ഫസ്റ്റ് പ്ലാനറ്റ് ഏതായിരുന്നു? മെർക്കുറി. പിന്നെ വീനസ്. ഇങ്ങനെ വായിക്കുന്നേ വീനസ്. ആൻഡ് നൗ എർത്ത്, നമ്മൾ ജീവിക്കുന്ന പ്ലാനറ്റ് കേട്ടോ. അപ്പൊ 3 എണ്ണം ഫില്ലായ. ഇനി എത്ര ഉണ്ട് എവ്രിവൺ? ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട്? 5 എണ്ണം ബാക്കിയുണ്ട് അല്ലെ? 5 എണ്ണം ബാക്കിയുണ്ട്. ആർക്കാ അടുത്തത് പറയണ്ടേ? വേഗം പറഞ്ഞോ. Who want to tell next? Yellow heart in the chat box. Yellow heart. Come on everyone. Yellow heart ഇട്ടോ പെട്ടെന്ന്. ദീപ്ത വേഗം ഒരു യെല്ലോ ഹാർട്ട് ഇടാം. അപ്പൊ മിസ് അവസരം തരും. അമൃതിന് അഡ്മിറ്റ് ഓപ്ഷൻ കൊടുക്കൂ. അമൃതേ, നിന്റെ എത്രാമത്തെ ക്ലാസ് ആയത്? അമൃത് 5. എന്റെ ക്ലാസ് നീ എത്ര തവണ കണ്ടു? ഈശ്വര, നിനക്ക് മടുത്തില്ല എന്നെ കണ്ട്? അമൃതിനോടും മിസ്സിന് പറയാനുള്ളത് നേരത്തെയുള്ള മക്കളോട് പറഞ്ഞത് തന്നെ കേട്ടോ. റെഗുലർ ക്ലാസ്സസ് തുടങ്ങി. ഓക്കെ, അപ്പൊ വേഗം തീരുമാനിക്കുക, അല്ലെങ്കിൽ മോൻ ഇതന്നെ വീണ്ടും കാണണ്ടല്ലോ കേട്ടോ. ശരി, അമൃത് പറഞ്ഞു. അടുത്ത പ്ലാനറ്റ് ഏതാ? 3, 2, 1. 3, 2, 1. നിനക്കറിയാലോ പിന്നെ ഓൾറെഡി. മാർസ്. എവ്രിവൺ, ചോക്ലേറ്റിന്റെ പേരുള്ള പ്ലാനറ്റ് എഴുതിക്കോ. ദി മാർസ്. ശ്രീദീപ് എഴുതുകുട്ടാ. ദി മാർസ്. കഴിച്ചോ കുഴപ്പമില്ല.
മാർസ് എവ്രിവൺ. മിസ് എന്നെ ഇതുവരെ വിളിച്ചില്ല ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഉത്തരം പറയാൻ. അങ്ങനെയുള്ള പിണക്കക്കാർ എത്ര പേരുണ്ട് നോക്കട്ടെ മിസ്. അവരെ അടുത്ത് വിളിക്കാം മിസ്. അടുത്ത പ്ലാനറ്റ് എന്തായിരിക്കും? നമ്മുടെ സെക്കൻഡ് റോയിൽ തേർഡ് വൺ ചെറിയൊരു പിണക്കം ഉണ്ട്, എന്നാലും എങ്ങനെ പറയുന്ന ഓർത്ത് മടിച്ചിരിക്കുക. ആ അനയക്കുട്ടി, ചെറിയൊരു പിണക്കം ഉണ്ട്. പിന്നെ മിസ്സിന് അത്ര എന്നെ വിളിക്കാൻ തോന്നുന്നില്ലെങ്കിൽ വേണ്ട, നമ്മളെന്ന് ആർക്കും വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അനയക്കുട്ടി ഇരിക്കുന്നത്. ഹായ് അനയക്കുട്ടി. എടാ ചാടി ചാടി നിൽക്കണം, ചാറ്റ് ബോക്സിൽ നിറയെ കോമന്റ് ഇടണം, അപ്പൊ മിസ് എപ്പോഴും വിളിക്കും കേട്ടോ. ഓക്കെ, മടിച്ചിരിക്കരുത് ആരും എന്റെ ക്ലാസ്സിൽ. കമോൺ, അൺമ്യൂട്ട് ചെയ്തോ. ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ തരുന്നുണ്ട്, നമുക്ക് ഗസ് ചെയ്യാം ഏതായിരിക്കും അടുത്ത പ്ലാനറ്റ്. മെർക്കുറി കഴിഞ്ഞു, വീനസ് കഴിഞ്ഞു, എർത്ത് കഴിഞ്ഞു, ചോക്ലേറ്റിന്റെ പേരുള്ള ആളെത്തി, മാർസ്. ഇനി ആരായിരിക്കും? സ്ക്രീനിൽ ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ വരുന്നുണ്ട്, അതിൽ തൊട്ടാ മതി കേട്ടോ. വരുന്നുണ്ട്, ഇപ്പൊ തൊട്ടോളൂ. ഹായ് അനയ കുട്ടി. അൺമ്യൂട്ടഡ് അൺമ്യൂട്ടഡ്. ഇങ്ങനെയാണ് അൺമ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി പറഞ്ഞോ, മിസ്സിന് കേൾക്കാം. ഏതായിരിക്കും അടുത്തത്? അടുത്ത പ്ലാനറ്റ് ഏതായിരിക്കും? ഒന്ന് ഗസ് ചെയ്തേ. ധൈര്യമായിട്ട് പറഞ്ഞോ, ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയില്ലാന്ന് പറയണം. മിസ് അത് പഠിപ്പിക്കാനല്ലേ വന്നതെന്ന് ചോദിച്ചിട്ട് പോയാ പോരെന്ന് പറയണം. ജുപ്പിറ്റർ എന്നാണ് നമ്മുടെ കുട്ടി പറയുന്നത്. 3, 2, 1 പറയും, നമുക്ക് നോക്കാം. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഇനി പ്ലാനറ്റ്സിൽ ഫില്ല് ചെയ്തോ വേഗം. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്. നൗ അനേക്കുട്ടി പറഞ്ഞ പോലെ ദി ജുപ്പിറ്റർ. ആരായിരിക്കും അടുത്തത്? 1, 2, 3, 4, 5 എണ്ണമായി. 1, 2, 3, 4, 5 എണ്ണം. 6, 7, 8, 3 കൂടി ഉള്ളൂ കേട്ടോ. Only 3 planets left. ആരായിരിക്കും അടുത്തത്? ആർക്കാ ഗസ് ചെയ്യണ്ടേ? Who wants to see next? ആർക്കോ ഇവിടെ പറയണമെന്നുണ്ടല്ലോ. ദരിയക്കുട്ടി ആളോട് പറഞ്ഞല്ലേ സർ? ആണോ? ഫാത്തിമ ഹന്നക്കുട്ടി പറഞ്ഞാണോ? പറഞ്ഞതാ ഫാത്തിമ ഹന്ന. വെരി ജെന്യുവൻ. ഞാൻ പറഞ്ഞതാ മിസ്സേ, ബാക്കിയുള്ളവർക്ക് അവസരം കൊടുത്തോളൂ. ആരാ? ഹായ് ജെർഷോൺ. ജെർഷോൺ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മിസ് ഞാൻ അധികം ഇമോജി ഒന്നും ഇടില്ല, മിസ്സിനെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചാ മതി അല്ലേ ജെർഷോനെ? ഹായ് ജെർഷോൺ, പറയൂ ഏതായിരിക്കും അടുത്ത പ്ലാൻ? പോരട്ടെ, എനി ഐഡിയ പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്യണം ആദ്യം. നെപ്റ്റ്യൂൺ ആണ് മിസ് എന്നാണ് നമ്മുടെ കുട്ടി പറയുന്നത്. 3, 2, 1 പറയും. മിസ് നോക്കാം. 3, 2, 1. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. മോ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. അങ്ങനെ ഒരു പ്ലാനറ്റ് ഉണ്ട്, പക്ഷെ മിസ്സിന്റെ ഓർഡറിലല്ലാന്നേ ഉള്ളൂ കേട്ടോ. കുഴപ്പമില്ല. ഇത് ഏതാ പ്ലാനറ്റ് ഒന്ന് വായിച്ചേ. ഇതേതാ പ്ലാനറ്റ്? മ്യൂട്ട് ചെയ്യണ്ട, അൺമ്യൂട്ടഡ് ആയിട്ട് ഇരിക്കട്ടെ കുറച്ചു നേരം കേട്ടോ. ഇതേതാ പ്ലാനറ്റ്? സാറ്റേൺ. ഇതിന് ചുറ്റും മാത്രം ഒരു റിംഗ് ഉണ്ടല്ലേ, റിംഗ്. മലയാളത്തിൽ അറിയോ ഈ പ്ലാനറ്റിന്റെ പേര്? അറിയില്ല, അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക്, എന്നാലും മിസ് വെറുതെ അറിയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ കേട്ടോ. അപ്പൊ സാറ്റേണും കൂടെ എഴുതാം. മോൻ ഇതുവരെയുള്ളത് ഓർമ്മയിലൊന്ന് പറയാൻ പറ്റുമോ? ഇതുവരെ ഉള്ളത് മിസ്സിനെ എഴുതാൻ സഹായിക്കോ? നോക്കാതെ പറയാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കി. പാവ അമ്മ പൊത്തി പിടിക്കുന്നുണ്ട്. മെർക്കുറി, വീനസ്, എർത്ത്, പിന്നെ ചോക്ലേറ്റിന്റെ പേരുള്ള ഒരു പ്ലാനറ്റ്. അയ്യട്ടാ, അത് പറഞ്ഞപ്പോ ഓർമ്മ വന്ന നോക്ക്. മാർസ്, ജുപ്പിറ്റർ, Saturn. Very good. Next one. അടുത്തത് ആരെ ഗസ് ചെയ്യാൻ പോകുന്നേ? Who wants to say next? മടിച്ചിരിക്കണ്ട, കടന്നു വരൂ. ആരും മടി പിടിച്ചിരിക്കണ്ട കേട്ടാ. ആരാ അടുത്തത് പറയാൻ പോകുന്നേ? Who is going to tell next? നമ്മുടെ ദരിയക്കുട്ടിക്ക് ഒരു അവസരം ഞാൻ തന്നെയല്ലേ? തന്നതാ? ഇല്ല, എന്നാ കൊടുക്കും പാവന്റെ കൊച്ച്. പറഞ്ഞോടാ, ഏതായിരിക്കും അടുത്തത്? യുറാനസ്
യുറാനസ് ആണ് മിസ് അടുത്തെന്നാണ് പറയുന്നത്. ശരി, നോക്കാം. 3, 2, 1 പറയും. ഭാഗ്യം ഉണ്ടോ നോക്കട്ടെ മിസ്. ആ ആ കഴിഞ്ഞ സ്റ്റക്കായ 1. ശരിയായിരിക്കുന്നു. കറക്റ്റ് ആൻസർ യുറാനസ്. ഇഷ്ടായിട്ടാ. എന്നാ ഇതുവരെ ഉള്ളതൊന്ന് ഓർഡറിൽ ഓർത്ത് പറഞ്ഞേ. മ്യൂട്ട് ചെയ്യാൻ വരട്ടെ, മ്യൂട്ട് ചെയ്യാൻ വരട്ടെ. മ്യൂട്ട് ചെയ്താ സാറില്ല, വേറെ ആൾക്ക് അവസരം കൊടുക്കാം. ആർക്കാ ഇതുവരെ ഉള്ളത്? മോനെ എഴുതിക്കോ, യുറാനസ് എഴുതിക്കോ. ആർക്കായി ഇതെല്ലാം ഓർത്ത് പറയണ്ട? യുറാനസ് വരെ. ദീപ്ത കുട്ടി ഇങ്ങനെ ഇരിക്കണ്ട മിസ്സേ, എന്നെ മൈൻഡ് ചെയ്തില്ല, ഞാൻ ഇപ്പൊ പോകും. ഹായ് ദീപ്ത. അങ്ങനെ കുഞ്ഞു പിള്ളേർ നാവരുത് കേട്ടോ 90+ ക്ലാസ്സിൽ ഇരിക്കുമ്പോ. ജുപ്പിറ്റർ എഴുതി കഴിഞ്ഞിട്ടില്ല. എല്ലാരും കണ്ണടച്ചോ, ഞാൻ ചെറുതാക്കട്ടെ സ്ലൈഡ്. ദേ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജുപ്പിറ്റർ. ജുപ്പിറ്റർ എഴുതൂ, JUPITER, ജുപ്പിറ്റർ. വേഗം വേഗം എഴുതു. ജുപ്പിറ്റർ കഴിഞ്ഞ് സാറ്റേൺ എഴുതിട്ടാ നമ്മള്. ക്ലിയർ? കഴിഞ്ഞു. കണ്ണടക്കി. തുറന്നോ. നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ഏതാന്ന് ആരാ പറയാൻ പോകുന്നേ? Who going to be the next one to answer? ആരാ? ഫാത്തിമ ഹനക്കുട്ടിക്ക് ഞാൻ തന്നല്ലേ ഒരു ഗ്രഹം, ഒരു പ്ലാനറ്റ് ഞാൻ തന്നല്ലേ? അയ്യടാ, തന്നല്ലേ ഹന? ജനുനാണോ? സത്യം പറയണം. അയ്യടാ, ഇനി വേറെ ആൾക്ക് കൊടുക്കട്ടെ മിസ്സേ. ആർക്കാ സാർ കൊടുക്കാൻ പോകുന്നത്? ഇനി ആളുകളില്ലേ നമുക്ക് കൊടുക്കാൻ? ആരാ? അഭിന്യ. അഭിന്യ കുട്ടി പറഞ്ഞോ, അടുത്ത പ്ലാനറ്റ് ഏതാ? ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം. അൺമ്യൂട്ട് അല്ലെങ്കിൽ മിസ് എങ്ങനെ കേൾക്കുന്നേ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. മിസ്സേ യുറാനസ് കഴിഞ്ഞാ പിന്നെ ഇനി ഒരെണ്ണല്ലേ ബാക്കിയുള്ളൂ. 3, 2, 1 പറഞ്ഞോടാ പാവന്റെ കൊച്ച്. 3, 2, 1. ദി നെപ്റ്റ്യൂൺ. 8 എണ്ണം നമ്മൾ കണ്ടിരിക്കുന്നു. 8 പ്ലാനറ്റ്സും ക്ലിയർ ആയി. എഴുതിക്കോ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജുപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് ഫൈനലി ദി നെപ്റ്റ്യൂൺ. 8 പ്ലാനറ്റ്സിന്റെ പേര് ഒരിക്കലും മറക്കരുത് കേട്ടോ. ബേസിക് സയൻസ് സ്റ്റുഡന്റ്, ആസ് എ ബേസിക് സയൻസ് സ്റ്റുഡന്റ് സോളാർ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എന്റെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങളാണ് നമ്മ ഇന്ന് പഠിച്ചത്. ഒന്ന്, സണ്ണിന് ചുറ്റും ഭൂമിയാണ് കറങ്ങുന്നത്, എർത്ത് ആണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സോളാർ സിസ്റ്റം, എന്താണ് സെലസ്റ്റിയൽ ബോഡീസ് ആൻഡ് എത്ര പ്ലാനറ്റ്സ് ഉണ്ട്, പ്ലാനറ്റ്സിന്റെ പേര്. ഇത്രയാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം വേഗം. എനി ഡൗട്ട്സ്? 5 മിനിറ്റ് ടൈമും കൂടി ഉള്ളൂ ഇന്നത്തെ ക്ലാസ് കേട്ടോ. ഓക്കെ, ഇനി ഇവരെല്ലാരും കൂടാതെ 1-2 സെലസ്റ്റിയൽ ഫ്രണ്ട്സ്, കുറെ സെലസ്റ്റിയൽ. ഇതാരാന്നറിയോ? നമ്മൾ പുറത്താക്കിയ പ്ലൂട്ടോ കേട്ടോ. പ്ലൂട്ടോ എഴുതണ്ട, ഇപ്പൊ പ്ലാനറ്റ് അല്ല ഇവൻ, ഡ്വാർഫ് പ്ലാനറ്റ്. പ്ലാനറ്റിലായിട്ട് കൂട്ടില്ല, എന്നാലും കാണാൻ വേണ്ടി വെച്ചതാ പ്ലൂട്ടോ ട്ടാ. 9ാമത്തെ ആള്. ഇപ്പൊ അവൻ പ്ലാനറ്റിന്റെ ലിസ്റ്റിൽ ഇല്ല. മുന്നോട്ട് പോവാ. അടുത്തതാണ് അടുത്ത സെലസ്റ്റിയൽ ഫ്രണ്ട് ആണ് സ്റ്റാർസ്. ആരാ? സ്റ്റാർസ്. ഏതിക്കെ? സ്റ്റാർസ്. ഇതും കൂടെ ജസ്റ്റ് 2 പോയിന്റ് പറഞ്ഞിട്ട് മിസ് നിർത്താണ്. ഈ ഒരു പോയിന്റ് എഴുതാ. ഇത്രയും ഭാഗം കൂടി എഴുതും. ഇത്ര എഴുതണ്ട, ഈ പോയിന്റ് ഇപ്പൊ എഴുതണ്ട കേട്ടോ, കാരണം ഇത്രയും പഠിക്കാനുള്ള സമയം ഇന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചോളും. ഇപ്പൊ തൽക്കാലം സ്റ്റാർസ് എന്ന് ഹെഡിങ് കൊടുക്കുക. Then stars are self-luminous celestial bodies എന്നുള്ള പോയിന്റ് എഴുതുക. Stars appear to twinkle എന്ന് പറയുന്ന സെക്കൻഡ് പോയിന്റ് കൂടെ എഴുതുക. ഇതിന്റെ അർത്ഥം മിസ് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ക്ലിയർ എവ്രിവൺ? Okay, all set? Stars are self-luminous celestial bodies. നമുക്കറിയാം സ്റ്റാർസ് സെലസ്റ്റിയൽ ബോഡിയാണ്, എന്നുവെച്ചാൽ സ്പേസിലെ ഒബ്ജക്റ്റ് ആണ്. ഒബ്വിയസ്ലി നമ്മൾ പഠിച്ചു എന്താ സെലസ്റ്റിയൽ ബോഡി. ഇനി എന്താ ഈ സെൽഫ് ലൂമിനസ് എന്ന് കൂടെ അറിഞ്ഞാൽ മതി. എന്താ ഈ സെൽഫ് ലൂമിനസ് പ്രോപ്പർട്ടി നമ്മുടെ സ്റ്റാർസിന്റെ എന്ന് അറിയണം അല്ലേ? മിസ്സിന്റെ എന്റെ മക്കളെ നിങ്ങളുടെയൊക്കെ കൈ ഒന്ന് ചെക്ക് ചെയ്തേ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി, ഹ്യൂമൻ ബോഡിക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ലൈറ്റ് ഹ്യൂമൻ ബോഡിക്ക് സ്വന്തമായിട്ട്? നോ, റൈറ്റ് എവ്രിവൺ? നോ. പക്ഷേ സ്റ്റാർസിന് സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും.
അങ്ങനത്തെ ആൾക്കാരെ പറയുന്ന പേരാണ് സെൽഫ് ലൂമിനസ്. മനസ്സിലായോ? അറിയാത്തവരെ എഴുതി വെച്ചോ. സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സെൽഫ് ലൂമിനസ് സെലസ്റ്റിയൽ ബോഡി ആണ് സ്റ്റാർസ്. ക്ലിയർ? സെൽഫ് ലൂമിനസ് സെലസ്റ്റിയൽ ബോഡി ആണ് സ്റ്റാർസ് എന്ന് പറയുന്നത്. ഈ വലിയ പോയിന്റ് എഴുതണ്ട ഇപ്പോട്ടാ. ഇപ്പൊ ഇത് എഴുതണ്ട, ഇതിനുള്ള സമയം നമുക്ക് ഇല്ല പഠിക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ടാ. ശ്രീനിധി, all set ശ്രീനിധി, അഭിനയ, ആതിഫ്. ശ്രീനിധി, അഭിനയ, ആതിഫ് ക്യാമറ ഓഫ് ചെയ്യരുത് കേട്ടോ. യെസ്. സോ നക്ഷത്രങ്ങൾ എങ്ങനെയാ സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളതാണ്. അതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി ഒരു ചോദ്യം കൂടി ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നക്ഷത്രങ്ങൾ ശരിക്കും മിന്നുന്നുണ്ടോ അതോ മിന്നുന്ന പോലെ തോന്നുന്നതാണോ? നക്ഷത്രങ്ങൾ ശരിക്കും മിന്നുന്നുണ്ടോ? അത് നമുക്കറിയാം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മിന്നുന്ന പോലെ കാണാറുണ്ട് നമ്മളിങ്ങനെ ട്വിങ്ക്ലിംഗ്. അത് ശരിക്കും ചെയ്യുന്നുണ്ടോ അത് നമ്മുടെ തോന്നലാണോ? ലൈറ്റിന്റെ എന്തെങ്കിലും കളികൾ കൊണ്ടുള്ള തോന്നലാണോ? ആർക്കാ ഉത്തരം പറയണ്ടേ? Who want to tell the answer? നക്ഷത്രങ്ങൾ ശരിക്കും മിന്നുന്നുണ്ടോ അത് മിന്നുന്ന പോലെ തോന്നുന്നതാണോ? ആർക്കാ പറയണ്ടേ? വസുദേവ്, you were also here. വസുദേവ് ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലേ? അടാ, നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലേ? ശരി, അന്ന് മിസ് പറയാം ഉത്തരം. ആതിഫ് തോന്നുന്നതാണ്, ആരാധ്യ പറയുന്നുണ്ട്. ശരി ശരി, ആരാധ്യ പിന്നെ 2 ക്ലാസ് കേട്ടോണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, സോ നമുക്ക് ശരിക്കും മിന്നുന്നില്ല, നമുക്ക് മിന്നുന്ന പോലെ തോന്നുന്നതാണ്. സ്റ്റാർസ് അപ്പിയർ ടു ട്വിങ്കിൾ. മിന്നുന്ന പോലെ തോന്നുന്നതാണെന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. അപ്പിയർ ടു ട്വിങ്കിൾ. നക്ഷത്രങ്ങൾ മിന്നുന്ന പോലെ നമുക്ക് തോന്നുന്നതാണ്. കാരണം നമ്മുടെ എയറിന് ഇതൊന്നും ഇപ്പൊ എഴുതണ്ട, ഇപ്പൊ മനസ്സിലേക്ക് എടുക്കാൻ വേണ്ട, എന്നാലും മിസ് ഒന്ന് ജസ്റ്റ് പറയുന്നയാ. നമ്മുടെ ഭൂമിയുടെ മുകളിൽ വരുന്ന എയറിന്റെ ലെയറിൽ കുറെ ലെയറുകൾ ഉണ്ട്. എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്നതും പല പല ലെയറുകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന നക്ഷത്രം, അതിൽ നിന്ന് വരുന്ന ലൈറ്റ് ഓരോ ലെയറിലും തട്ടി 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 ഡയറക്ഷൻ മാറി മാറി മാറിയാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് ആ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് മിന്നുന്ന പോലെ തോന്നുന്നത്. അതിലേക്കൊന്നും മിസ് പോകുന്നില്ല. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്ന പോയിന്റ് കേട്ടോ. അതിനെ കുറിച്ച് ഓർത്ത് ഇപ്പൊ ടെൻഷൻ ആവേണ്ട, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഈ സമയം ഇല്ലാത്തപ്പോ പഠിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാ. 1 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, നക്ഷത്രങ്ങള് ആ ലൈറ്റ് അത്ര ദൂരെ നിന്ന് ട്രാവൽ ചെയ്ത് വരുന്നോണ്ട്, കുറെ വട്ടം ഡയറക്ഷൻ മാറുന്നോണ്ട് എന്ത് ചെയ്യുന്നു? മിന്നുന്ന പോലെ തോന്നും, ശരിക്കും മിന്നുന്നില്ല. അത്ര മാത്രം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇനി നക്ഷത്രങ്ങൾ മിന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ശരിക്കും മിന്നുന്നില്ല, മിന്നുന്ന പോലെ തോന്നുന്നതാണ്. അതാണ് സയൻസ് സ്റ്റുഡന്റ് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. ക്ലിയർ എവ്രിവൺ? അത്രയും. ഈ 2 പോയിന്റ് എഴുതി കഴിഞ്ഞോ? ശരി, ആർക്കെല്ലാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, 7:30 ആയി. ഡൗട്ട് ഒന്നും ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യാം, ഡൗട്ട് ഉള്ളവർക്ക് ഇവിടെ നിൽക്കാം, സ്ലൈഡ് വേണ്ടവർക്കും നിൽക്കാം. മിസ് പറഞ്ഞു തന്നിട്ടേ പോകുന്നുള്ളൂ. ക്ലാസ് എല്ലാം മനസ്സിലായവർക്ക് ലീവ് ചെയ്യാം. ലീവ് ചെയ്യുന്നതിന് മുമ്പ് 10ൽ മിസ്സിന് കുറച്ച് മാർക്ക് തന്നാൽ നല്ലതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിന് എത്ര മാർക്ക് തരും? ഒരു ടീച്ചർക്ക് മാർക്ക് ഇടാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. വേഗം എത്ര മാർക്ക് തരും? 0? ധൈര്യ ചിന്തിക്കുന്നുണ്ട്. അധികം കൊടുത്ത മിസ് ചിലപ്പോ ഓവർ കോൺഫിഡന്റ് ആക്കും. ആണോ ധൈര്യ? പറഞ്ഞോടാ, എത്ര മാർക്ക് തരും? ഓ, അഭിമന്യു ഇങ്ങനെ മിസ്സേ 2 മാർക്കും കൂടി ഇംപ്രൂവ് ചെയ്യാനുണ്ട്, ഞാനൊരു 8 മാർക്ക് തരും. ശരിയടാ. അസ്നക്കുട്ടി 10 തന്നിരിക്കും. ശ്രീദീപ് 9. മിസ് 1 മാർക്കും കൂടി ഇംപ്രൂവ് ചെയ്യണം കേട്ടോ അടുത്ത ക്ലാസ്സിലേക്ക് എന്നാണ് ശ്രീദീപ് പറയുന്നത്. 9. ജെർഷോൺ 10. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? ശരി ശരി, ബാക്കിയുള്ളവർ കമന്റ് ചെയ്താൽ മതി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോടാ. എനി ഡൗട്ട്സ്? ഓഫ്, ആരാധ്യ ഓൾവേസ്. സർ, നമ്മുടെ എന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ആളുടെ പേരും അനയ. ആ പേര് ഉള്ളിലേക്ക് കയറുന്നത്. അനയക്കുട്ടി ഓൾ സെറ്റ് റൈറ്റ്? അമ്മ വാസ് ഓൾസോ ദേർ ആസ് എ സപ്പോർട്ട്. അമ്മ സെറ്റ് അല്ലേ? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? നോ ഡൗട്ട്സ് റൈറ്റ്? അപ്പം നമ്മുടെ ഇങ്ങനത്തെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, എന്തുണ്ടെങ്കിലും ചോദിക്കണം. എന്നിട്ട് ടീച്ചറെ ശല്യം ചെയ്ത് അത് മേടിച്ചെടുക്കണം. മിണ്ടാതിരുന്നാൽ നമ്മൾ അറിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ നല്ലപോലെ എല്ലാത്തിലും ആക്റ്റീവ് ആയിട്ട് നിന്നാല് നല്ല അടിപൊളിയായിട്ട് ക്ലാസ്സസ് പോകും. ഓക്കെ, അപ്പൊ ആർക്കും ഒരു ഡൗട്ട് ഇല്ല? ഏബൽ നോ ഡൗട്ട്. ശ്രീദീപ് ഏബൽ 9 മാർക്ക്. താങ്ക് യു ഏബൽ. ഓക്കെ, ആതിഫിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ആതിഫെ ഒന്ന് ക്യാമറ ഓൺ ചെയ്യോ നീ? ആർക്കും ഒരു ഡൗട്ടും ഇല്ല. എന്നാ പിന്നെ മിസ് പോക്കോട്ടെ,
പൊക്കോട്ടെ. നോ വൺ ഹാവ് എനി ഡൗട്ട് റൈറ്റ്? ഓക്കെ ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറെ വട്ടം ക്ലാസ് കണ്ടവര് തീരുമാനിക്കുക ഒറിജിനൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോന്ന്. ബാക്കി എല്ലാവരും നിങ്ങളുടെ അടുത്ത ക്ലാസ്സുകൾ കൂടി കണ്ടതിന് ശേഷം ഡിസൈഡ് ചെയ്യാൻ നല്ല മക്കളായിട്ട് വേഗം വേഗം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.